ഇത് വേണേൽ നമുക്ക് ഫുൾ ആയിട്ട് ബെഡ്റൂംസിന് പറ്റുന്ന സ്റ്റീൽ ഡോർ ആക്കാമായിരുന്നു. അതേപോലെ WPC വിത്ത് WPCയുടെ കൊടുക്കാമായിരുന്നു. ഇപ്പൊ നമ്മൾ പക്ഷേ സ്കിൻ ഡോറാ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് എക്കണോമിക്കലി കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടാൽ നമുക്കൊരു വിൻഡോ ആയിട്ട് തോന്നും എങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ നല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സ്ലൈഡ് ചെയ്യാനും നല്ല സ്മൂത്ത് ആണ്. അതെ അതെ അതെ. ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്തോ ഇതിന്റെയൊക്കെ റേറ്റ് എന്തായിരിക്കും? നമസ്കാരം. നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിൻ്റെ ജോയിനറി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഡോർസ്, വിൻഡോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഡോർസ്, വിൻഡോസ് എല്ലാം ഒരു പലതരത്തിലുള്ള മെറ്റീരിയൽസ് വെച്ച് ഫിനിഷ് ചെയ്താണ്. ഒരു ഫ്യൂഷൻ രീതിയിൽ ചെയ്താണ്. അതായത് സ്റ്റീൽ ഡോറുകളുണ്ട്, UPVC ഉണ്ട്, അതുപോലെ WPC ഡോറുകളുണ്ട്, സ്കിൻ ഡോറുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഏകദേശം ഈ വീട് പണി കഴിഞ്ഞിട്ട് 2 വർഷത്തോളമായി. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂവും കൂടാണ്. അപ്പം പലതരത്തിലുള്ള മെറ്റീരിയൽസ് വെച്ച് ഡോർസ്, വിൻഡോസ് ഒക്കെ ചെയ്താൽ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ അതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്, ഏകദേശം ഒരു 2 വർഷമായതുകൊണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പറ്റും. അത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചെയ്താലാണ് നമുക്ക് വീടിനത് പ്രയോജനകരമായിട്ട് മാറുന്നത്, കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഏതാണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിന്റെ ഓരോ ഐറ്റം ആയിട്ട്, അതായത് നമുക്ക് ഫ്രണ്ട് ഡോർ തൊട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഈ വീടിന്റെ ഓണറാണ്. നമസ്കാരം. പേരെങ്ങനെയായിരുന്നു? അതിൽ. ഓക്കെ. ഇത് ഈ ഡോർസ്, വിൻഡോസ് ഒക്കെ സപ്ലൈ ചെയ്ത ഗിരീഷ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ ഫ്രണ്ട് ഡോർ നോക്കിയാല് ഇത് സ്റ്റീലാണ് അല്ലേ? സ്റ്റീൽ ഡോർ. നമ്മൾ എന്തുകൊണ്ട് ഈ സ്റ്റീൽ ഡോർ തിരഞ്ഞെടുത്ത ഫ്രണ്ടിൽ? എനിക്ക് പൊതുവെ തടി മാറ്റം വേണമെന്നുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇങ്ങനെ ഒരു ഡോറ് തടിയിൽ ചെയ്തെടുക്കാൻ എന്തായാലും ഒരു 70,000 അല്ല 80,000 റേഞ്ചിലോട്ട് പോകും. ഇതതിന്റെ തേക്കിലോട്ട് പോകുമ്പോ ഇതിൽ പോകും. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഒരു ഏകദേശം പകുതിക്ക് അടുത്ത് നമുക്ക് കോസ്റ്റേ ആവുന്നുള്ളൂ. നമുക്ക് വേണ്ട റിക്വയർമെന്റ്സ് ലോക്ക് ആണെങ്കിലും ഏകദേശം 12 ലോക്കോളം വരുന്നുണ്ട് ഇതിൽ. സേഫ്റ്റിയുടെ കാര്യത്തിലും പ്രശ്നമില്ല. തടി പോലത്തെ ലുക്കും ഉണ്ട്. പിന്നീടുള്ള ഈ കംപ്ലൈൻസ് മീൻസ് എന്തെങ്കിലും കുത്തൽ വീഴുക അങ്ങനത്തെ പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ല. പൊതുവെ എനിക്ക് തടിയിൽ താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഉള്ള ഡോറും വിൻഡോയും എല്ലാം സ്റ്റീൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് അതിലേക്കാ വരുന്നത്. നമുക്കിപ്പോ ആദ്യമായിട്ട് ഇപ്പൊ ചോദിക്കുന്ന നമുക്കിപ്പോ ഒരു 2 വർഷത്തോളം ആയല്ലോ ഈ വീട് കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത് ഒരു വെച്ചിട്ട് എങ്ങനെയുണ്ട് ഈ ഡോറ്? ഒരു കുഴപ്പമില്ല. കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കളർ ഫെയ്ഡ് ആവുമോ അങ്ങനെയുള്ള? ഇപ്പം പല ക്ലൈമറ്റ് ചേഞ്ചസ് എല്ലാം വന്നില്ല. ഇത് നമ്മൾ എപ്പം വെച്ചോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അല്ല ഈ ലോക്കിന് വല്ല ഒരു ഹാർഡ്നെസ് വന്നാലേ ഉള്ളൂ. അത് നമ്മൾ അതിനായിട്ടുള്ള ഓയിൽ ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഉള്ള ചെറിയ നമുക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളെ ഉള്ളൂ. വേറെ ഉള്ള കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും. അകത്തോട്ട് വന്നാല് ഇപ്പൊ ഓരോ റൂമിനും അതേപോലെ എക്സ്റ്റേണൽ ഡോറുകൾ, വിൻഡോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാല് ഇതിപ്പോ ഒരു ബെഡ്റൂമിന്റെ ഡോറാ. നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള ഡോർസുകളാണ് ഇൻസൈഡ് നമുക്ക് നോർമലി ഇപ്പൊ ഇവിടെ ഇന്റേണലി നമ്മൾ ചെയ്തിരിക്കുന്നത് ബെഡ്റൂംസിനെല്ലാം നമുക്ക് WPC വിത്ത് മെംബ്രെയിൻ ഡോർസാണ്. മെംബ്രെയിൻ അല്ലെങ്കിൽ സ്കിൻ ഡോർ എന്ന് പറയാം. പിന്നെ 1-2 റൂംസിന് നമ്മൾ WPC വിത്ത് WPCയുടെ പാനൽസ് തന്നെ വെച്ചിട്ടുണ്ട്. WPC ഏതാ വന്നേക്കുന്നത്? ഫ്രെയിം ആണോ? ഫ്രെയിം WPC. ഷട്ടർ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ WPC ആയിരിക്കാം, അല്ലെങ്കിൽ സ്കിൻ ഡോർ ആയിരിക്കാം, മെംബ്രെയിൻ ഡോർസ് ആയിരിക്കാം. ശരിക്കും പറഞ്ഞ ഒരു ബെഡ്റൂമിന് നമുക്ക് കുറച്ച് എക്കണോമിക്കലി കൊടുക്കാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോർസ് ഉണ്ട്. ഇത് വേണേൽ നമുക്ക് ഫുൾ ആയിട്ട് ബെഡ്റൂംസിന് പറ്റുന്ന സ്റ്റീൽ ഡോർ ആക്കാമായിരുന്നു. അതേപോലെ WPC വിത്ത് WPCയുടെ കൊടുക്കാമായിരുന്നു. അത് ഇപ്പം നമ്മൾ പക്ഷേ സ്കിൻ ഡോറാ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് എക്കണോമിക്കലി കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഇങ്ങനെ നമുക്ക് ഇത്രയും ഒരു ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് ഒരു 12,000 റുപ്പീസിന്റെ ഫുൾ കോസ്റ്റ് എല്ലാം കൂടെ അത്രേ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അളവ് എടുത്തിട്ട് ഞങ്ങൾ വന്നങ്ങ് ഫിറ്റ് ചെയ്യുക ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി വന്നിട്ട് നമ്മൾ എല്ലാം ഇൻക്ലൂഡിങ് ലേബർ ആൻഡ് ലോക്ക് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ എല്ലാം എന്റെ കോസ്റ്റ് ഒരു 12,000 റുപ്പീസ് ആ റേഞ്ചിൽ വരും. പിന്നെ അല്ല, ഒന്നാമത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ടൈമില്ല. ഇപ്പം കാർപ്പന്റേഴ്സിന് ഫുൾ നമ്മളിപ്പോ മരം വെട്ടി എടുത്തോണ്ട് വന്ന് നമ്മൾ അറുത്തെടുത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വീട് പണിയുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഒരു 30% ഹെഡേക്കാണ് ഈ മരപ്പണി എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ നമുക്ക് അത്രയും ടെൻഷൻസ് ഇല്ല. ഇപ്പം ഇദ്ദേഹം ആണെങ്കിൽ തന്നെയും നമുക്ക് വീട് വെക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്ലാൻ ഞങ്ങൾക്ക് തരുമായിരുന്നു. പുള്ളിയുടെ റിക്വയർമെന്റ്സ് ഓരോന്ന് പറയുന്നു. നമ്മൾ അവർക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കും. ഇപ്പൊ ഡോസിന് ഇന്ന എക്സ്റ്റേണൽ ഡോസ് എല്ലാം സ്റ്റീലാക്കുക, ഇന്റേണലി ഉള്ള ഡോസ് ഏതൊക്കെ ടൈപ്പ് വേണം എന്നൊക്കെയുള്ള ഇത് നമുക്ക് ഇപ്പം പാഷ്യോയിലോട്ട് ഇറങ്ങാനുള്ള അവിടുത്തെ ഡോറ് നമുക്ക് എങ്ങനെ ഓപ്പൺ വിൻഡോ ആയിരിക്കണം താനും, എന്നാൽ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് ഒരാൾക്ക് ഇറങ്ങാൻ വേണം. ഇപ്പം കണ്ടാൽ വിൻഡോ ആണെന്ന് തോന്നണം ഇറങ്ങാനുള്ള ഡോറായിട്ട്. അപ്പോൾ ഡോർ കം വിൻഡോ എന്ന് പറഞ്ഞ സ്റ്റീലിൽ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ പുള്ളി തന്നു കഴിഞ്ഞാൽ നമ്മളൊരു കറക്റ്റ് ആയിട്ട് ഒരു എസ്റ്റിമേറ്റ്
എസ്റ്റിമേഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ പണിയുടെ ഓരോ ഘട്ടങ്ങളിലായിട്ട് വന്നിട്ട് നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഈ ഡോറിന് തന്നെ ഇത്ര ഇതിടണം, ഇതെങ്ങനെയാ, ഞങ്ങൾ ഓരോ ടൈമിലും വിസിറ്റ് ഉണ്ട്, മിനിമം ഒരു 3 വിസിറ്റ് എങ്കിലും ഈ വീട് പണിയുന്ന സമയത്ത് നമ്മൾ വരും. അതിൽ കൂടുതൽ ചെയ്യും, മിനിമം ഒരു 3 എങ്കിലും വരാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ മെഷർമെന്റ് എടുക്കുന്നത് ഫൈനൽ ടൈലിംഗ്? അതെ, ഇപ്പം അത് ഓരോന്നിനും ഇപ്പം വിൻഡോസിനാകുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് അളവുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് അളവ് ഇപ്പം ഒന്നുകിൽ പ്ലാനിനകത്ത് കാണും, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് അളവ് കൊടുക്കും. അതിനനുസരിച്ച് ഇവര് വിൻഡോസ് പിന്നെ നമ്മൾ ബ്ലോക്ക് വർക്കിന്റെ കൂട്ടത്തിൽ തന്നെ കെട്ടിവെച്ച് പോവാം. അപ്പൊ പിന്നെ അല്ല രണ്ടാമതല്ല, ഡോസ് എല്ലാം നമ്മൾ ഫൈനലി ഇത് കഴിഞ്ഞിട്ടാണ് ടൈലിംഗ് കഴിഞ്ഞിട്ട് ഫൈനലി ചെയ്യുന്നത്. അപ്പൊ ആ ഡോസിന് കൊടുക്കേണ്ട ആ ഏരിയയും ക്ലിയറൻസും ഒക്കെ കറക്റ്റ് ആണോന്നും ഒക്കെ നമ്മൾ നോക്കണം. സാധാരണ ഇതിന് എന്താന്ന് വെച്ചാല് ഇതിന് എക്സ്പാൻഷൻ ഇല്ല. WPC വുഡ് പോലെ എക്സ്പാൻഷനോ അല്ലെങ്കിൽ ഷ്രിങ്കേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ ആ സിറ്റീസ് അന്ന് നമ്മൾ വെച്ചിട്ട് പോയതാ. ഇതുവരെ അതേസമയം ഇപ്പം വുഡ് ആണെങ്കിൽ സീസണലി അതിങ്ങനെ ചീകി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പം ഒരു പ്രോബ്ലംസും വരാറില്ല. പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അപ്പൊ തന്നെ ആൾക്കാരെ വിട്ടത് റെഡിയാക്കും. ആകെ വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ സാധാരണ ഈ സാധനം എന്തെങ്കിലും ലോക്ക്, നമുക്കറിയാമല്ലോ വീടിന്റെ ലോക്ക് ആകാനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചാവി പോവോ ഒക്കെ ചെയ്താൽ ഈ സാധനം മാറ്റേണ്ട കാര്യങ്ങളെ വരുന്നുള്ളൂ. ബെഡ്റൂംസിന്റെ ഡോർ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബാത്റൂമിന്റെ ഇതും നിങ്ങളുടെ സപ്ലൈസിലുള്ള? അതെ, ഞങ്ങള് ഫുൾ ഡോസ് ആൻഡ് വിൻഡോസ് നമ്മൾ തന്നെ ചെയ്തേ. അപ്പം ബാത്റൂംസിന് നമ്മൾ 2 ഓപ്ഷൻസ് സാധാരണ കൊടുക്കുന്നത്. കാരണം പഴയ ആ PVC എന്ന് പറയുന്ന ആ സംഭവം പതുക്കെ മാറുക. PVC മാറിയിട്ട് ഇപ്പൊ അതിന് പകരം നമ്മൾ ഫൈബർ ഡോസാണ് കൊടുക്കുന്നത്. ഫൈബർ ഡോറിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫൈബർ ഡോർ എന്ന് പറഞ്ഞാൽ ഒറ്റ മോൾഡാ. ഈ ഒരു പാനൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു മോൾഡാ, ഒറ്റ മോൾഡിലാണ് വരുന്നത്. അപ്പൊ ജോയിന്റ്സ് ഒന്നുമില്ല. അതേസമയം മറ്റേതെന്ന് പറഞ്ഞാൽ PVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജോയിന്റ്സുകളും കാര്യങ്ങളും ഉണ്ട്. ഇത് നമുക്ക് 8 രൂപ ഏറ്റവും മിനിമം വരുന്നുണ്ട്, 8000 റുപ്പീസോളം. അപ്പൊ ഇത് 5 ഇയർ വാറന്റി ഉണ്ട്. SS-ന്റെ ആണ് ഹാൻഡിൽസും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇതാണ് നമ്മുടെ ഡോർ കം വിൻഡോ. ഇതെന്ത് മെറ്റീരിയലാ? ഇത് സ്റ്റീലാണ്, ഫുള്ളി സ്റ്റീലായിട്ട്. അതെ. ഇതിപ്പം ക്ലയന്റിന്റെ തന്നെ ഡിസൈൻസ് ഒക്കെ അവർ പട്ട കമ്പി ഇതേ രീതിയിൽ വേണം എന്നുള്ള ഡിസൈൻ പറഞ്ഞു തന്നിട്ട് അതേപോലെ ചെയ്തതാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടാൽ നമുക്കൊരു വിൻഡോ ആയിട്ട് തോന്നും, എങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ നല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഡോറായിട്ട് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റും. ഇതുപോലുള്ള ബാൽക്കണി, കോർട്ട്യാർഡ് അങ്ങനെയുള്ളടത്തൊക്കെ ചെയ്യാൻ പറ്റും. അതെ. ബാൽക്കണിക്ക് നമുക്ക് പിന്നെ UPVC ചെയ്യാം, അതുകൊണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ടോ സ്ലൈഡിങ്. ഇത് ഫുൾ താഴത്തെ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഇവിടെ വിൻഡോസിന്റെ മാത്രമല്ല വരുന്നത്. അപ്പൊ നമുക്ക് ഇത് പെയിന്റ് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. പെയിന്റ് ആണ്. അതെ, നമ്മൾ പ്രൈമർ അടിച്ചാ കൊടുക്കുന്നത്. പ്രൈമർ കോട്ടണം, ഏത് ഫിനിഷ് വേണമെങ്കിലും ആക്കാം. സ്റ്റീൽ വിൻഡോ വരുമ്പോഴേ ഈ വീടിന്റെ എല്ലാ ഇതിലും ബെഡ്റൂംസിലും ലിവിംഗിലും എല്ലാം സ്റ്റീൽ വിൻഡോ. അതെ, ഫുള്ള് നമ്മൾ വിൻഡോസ് ഫുള്ള് സ്റ്റീലാ. അതെ, ഇതിപ്പോ നമ്മള് പ്രൈമർ ഫിനിഷ്ഡ് ആയിട്ട് കൊടുത്താണ്. അപ്പൊ അവരത് വൈറ്റ് കളർ അടിച്ച്, ഇപ്പൊ എല്ലാത്തിനും വൈറ്റ് കളറാണ് അടിച്ചിരിക്കുന്നത്. ഇതിപ്പോ ലിവിംഗ് റൂം ഇത് 3 പാളി ഫ്രഞ്ച്. അതെ, ഇതിന്റെ ഡിസൈനും അവർ പറയുന്ന അനുസരിച്ച് തന്നിരിക്കുന്നത്. സാധാരണ ഈ ബോക്സ് മേളിൽ വന്നിട്ട് താഴെ ഇപ്പം ഫ്രഞ്ച് വിൻഡോ ആണ് ഇത്. അപ്പൊ എല്ലാം നമുക്കിപ്പോ 2 പാളി 3 പാളി ഉള്ള എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെ, 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതെ. എല്ലാ വിൻഡോയും നമ്മൾ സ്റ്റീൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ, എല്ലാ വിൻഡോസും സ്റ്റീലാണ്. അപ്പർ ലിവിംഗ് വരുന്ന വേറൊരു മോഡലാണ് അല്ലേ? ഇത് സ്റ്റീൽ അല്ലല്ലോ? അല്ല, ഇത് സ്റ്റീൽ അല്ല, ഇത് UPVC എന്ന് പറയുന്ന മെറ്റീരിയൽ. UPVC. സ്ലൈഡിംഗ് വിൻഡോ അല്ലേ? അതെ. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ചെയ്യാം. ഇതും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. അതെ. ഇത് നമുക്ക് നല്ല ലൈഫ് ലോങ് ആണ്. 25 ഇയേഴ്സ് നമ്മൾ 15 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. 25-30 ഇയേഴ്സോളം ഇത് കിടന്നോളും. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ പെയിന്റ് പോകലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാഷബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഫയർ റെസിസ്റ്റന്റ് ആണ്, തീ പിടിക്കത്തില്ല. ഇതില് സ്ലൈഡിംഗ് ഡോർ ആണ്, 2 ട്രാക്ക് സ്ലൈഡിംഗ് ഡോർ. നമ്മളിപ്പം മിക്കവാറും ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് എപ്പോഴും ചെയ്യുന്നത്. ഇതൊരു ബാൽക്കണി സ്പേസ് ആണ്. അതെ. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും കുഴപ്പമില്ല. ഒന്നും ഒരു കുഴപ്പമില്ല. ഇതെല്ലാം ടഫൻ ഗ്ലാസും നമുക്ക് വേണമെങ്കിൽ ടഫൻ ഗ്ലാസ് വെക്കാം, ലാമിനേറ്റഡ് ഗ്ലാസ് വെക്കാം. സെക്യൂരിറ്റി ഉണ്ടായി. സ്ലൈഡ് ചെയ്യാൻ നല്ല സ്മൂത്ത് ആണ്. അതെ. നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്തോ ഇതിന്റെയൊക്കെ റേറ്റ് എന്തായിരിക്കും? നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒരു 500 to അങ്ങനെ വരുന്നത്. കാരണം ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് വേസ്റ്റേജ് പോകുന്നതനുസരിച്ച് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ നമുക്കിപ്പം വരുന്ന ആ പ്രൊഫൈല് വേസ്റ്റേജ് പോകുന്നതനുസരിച്ച് ഇതിന്റെ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്കപ്പം റേറ്റ് കുറയും. ഇപ്പൊ ഇവിടെ നമുക്ക് 3-4 വിൻഡോസേ ഉള്ളൂ, UPVC ഉള്ളൂ, ബാക്കി എല്ലാം സ്റ്റീലായിരുന്നു. ഇതിന്റെ സെക്ഷൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്നോ അല്ലേ? പല സെക്ഷനിലുള്ള അത് ഇപ്പൊ ഇത് 2 ട്രാക്ക് ആയതുകൊണ്ട് ഈ സെക്ഷന് നമുക്ക് 3 ട്രാക്ക് ചെയ്യാം. 3 ട്രാക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വീതിയുള്ളതാണെങ്കിൽ വലിയ വിൻഡോസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതും കളർ വേണമെങ്കിൽ പല
നമുക്കിപ്പം വുഡൻ ഫിനിഷും കാര്യങ്ങളൊക്കെ. UPVC-യുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ വൈറ്റ് കളറിനായിരിക്കും കുറച്ച് എക്കണോമിക് ആയിട്ട് ഉള്ളത്. ബാക്കി എല്ലാത്തിനും റേറ്റ് നല്ല കൂടുതലാണ്, അവൈലബിലിറ്റിയും കുറവാണ്. വൈറ്റ് ആണെങ്കിൽ ഈസിലി അവൈലബിൾ ആണ്. വേറൊരു ബെഡ്റൂം ഡോറാണ് ഇതിന്റെ വരുമ്പോൾ നമുക്ക് WPC-യുടെ തന്നെ ഫ്രെയിമും അതുപോലെ തന്നെ WPC-യുടെ തന്നെ ഷട്ടറുമാണ് വരുന്നത്. രണ്ടും WPC വരുന്നത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇത് നമുക്ക് റൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഓരോന്നിനും ഓരോ ഡിസൈൻസ് ആയിരിക്കും. അത് ലാമിനേറ്റ് ചെയ്ത് വരുന്നതാ, PVC ലാമിനേഷൻ ആയിരിക്കും വരുന്നത്. ഇതിലാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പൊ അത് ഇപ്പൊ ടീക്കിന്റെ കാണും, ഈട്ടിയുടെ കാണും, ഏതാണോ നിങ്ങൾക്ക് വേണ്ട അതിൽ റൂട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം, അളവ് ചെയ്യാം. ഇതിനിപ്പോ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഫുൾ ഏകദേശം ഒരു വരുമ്പോ നമുക്കൊരു 14-15 രൂപ റേഞ്ചിലേ ആവുന്നുള്ളൂ ഫുൾ എല്ലാം. ഇത് സ്റ്റീൽ ഡോർ തന്നെ. ഇത് താഴത്തെ അതേപോലെ തന്നെ സ്റ്റീൽ ഡോർ. ഇനി കിച്ചന്റെ അവിടെ നമ്മൾ ഒരു സ്റ്റീൽ ഡോർ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഡോർസ് എല്ലാം നമ്മൾ സ്റ്റീൽ ആയിരിക്കും ചെയ്യുന്നത്. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ സ്മാർട്ട് വിഷനെ അപ്രോച്ച് ചെയ്തതാണ്. കാരണം എനിക്ക് അപ്പോഴേ തടിയോട് താല്പര്യം ഇല്ലായിരുന്നു. അപ്പം പലയിടത്ത് എന്ത് ചെയ്യാന്നുള്ള നമുക്കൊരു പ്രത്യേക ബഡ്ജറ്റും ഉണ്ടായിരുന്നു. ഈ ബഡ്ജറ്റിൽ നിൽക്കണം, അല്ലാതെ നമ്മൾ എല്ലായിടത്തും കയറി സ്റ്റീൽ ഡോർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതല്ല. ഞാൻ സ്മാർട്ട് വിഷനെ അപ്രോച്ച് ചെയ്യുന്ന അങ്ങനെ എനിക്ക് തടി എന്നുള്ളതൊരു താല്പര്യമില്ല. മെയിൻലി അതൊന്ന് മാറ്റണം. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നതായിട്ടുള്ള എന്താണ് സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ അവർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. വെളിയിൽ എക്സ്റ്റീരിയർ ഡോറല്ല, നമുക്ക് സ്റ്റീൽ ഡോർ കൊടുത്തിട്ട് ബാക്കി ഇൻസൈഡ് ചെയ്യുന്നത് സ്കിൻ ഡോറും WPC-യുടെ മിക്സ് ആയിട്ട് ചെയ്യാൻ. ബാത്റൂമിനെല്ലാം PVC വേണ്ട, ഫൈബർ ഡോർ തന്നെ കൊടുക്കാമെന്ന് അവർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ എൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ അവർക്ക് ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ കട്ട കെട്ടി വരുന്ന ആ ഒരു ടൈമിൽ വിൻഡോ പ്രൊഡക്ഷൻ ആയി വരണം. മനസ്സിലായി? അപ്പൊ എനിക്ക് ഇന്ന സമയത്തേക്ക് അത് കട്ട കെട്ടി വരുമെന്നുള്ള ഒരു പ്ലാനുള്ള ആ സമയത്ത് അവരും ഇത് തരണം, അല്ലെങ്കിൽ വർക്ക് സ്റ്റോപ്പ് ആയി പോകും. അത് എനിക്ക് ഒരു 2-3 ഡേയ്സ് മുന്നേ തന്നെ അവർ എഗ്രി ചെയ്ത ഡേറ്റിന് 2-3 ഡേയ്സ് മുന്നേ തന്നെ ഇത് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ മേസിനെ വെച്ച് നമുക്കത് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. സ്റ്റീൽ ഡോറിന്റെ അതുപോലെ തന്നെ ആയിരുന്നു. നമുക്ക് ടൈലിംഗ് എല്ലാം കഴിഞ്ഞ് ആ ഒരു ടൈമിലേക്ക് അപ്പൊ ഇവര് കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് ചെയ്യും. എനിക്ക് മെയിൻ ആയിട്ട് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് അതാണ്. ബാക്കി ചിലയിടത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കണം, എന്തായി സ്റ്റീൽ ഡോർ, എന്തായി ഇത്, ഇങ്ങോട്ട് വിളിക്കും നമ്മളെ, എന്ത് സ്റ്റേജ് ആയി, എപ്പോഴത്തേക്കാണ് വേണ്ടത് എന്നുള്ള. അതാണ് എനിക്കൊരു മെയിൻ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത്. 2 വർഷം കൊണ്ട് ഇതിന് വലിയ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ സ്റ്റീൽ വിൻഡോസും ഡോർസ് പലതരത്തിലുള്ള മെറ്റീരിയൽസ് വെച്ച് ചെയ്ത ജോയിനറി ഉള്ള വീടിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ അതിന്റെ സപ്ലൈ ചെയ്ത സ്മാർട്ട് വിഷന്റെ ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന്റെ ഒരുപാട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാ മെറ്റീരിയൽസിലുള്ള വിൻഡോസും ഡോർസും. അപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ, നിങ്ങൾ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസും സപ്ലൈ ചെയ്യുമെന്ന്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഈ ഡിസ്പ്ലേ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്? അതിന്റെ എല്ലാം ഒരു ഡെമോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. WPC ഉണ്ട്, UPVC എല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ഇത് നമ്മൾ അവിടെ വെച്ച് സംസാരിച്ചപ്പം ബെഡ്റൂംസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് WPC ഫ്രെയിമേ തന്നെ. ഇത് 4.5 ഫ്രെയിമാണ്. നമ്മൾ കണ്ടത് ചെറിയ ഫ്രെയിമായിരുന്നു. 4.5 ഫ്രെയിമേല് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇത് ഷട്ടറും WPC തന്നെ. അവിടെ ഒരു വൈറ്റ് തീമിലുള്ളതായിരുന്നു. ഇത് വുഡൻ ഫിനിഷ്, വൈറ്റ് പെയിന്റ് അടിച്ച ഇങ്ങനെയാ വരുന്നത്. ഓക്കെ ഓക്കെ. ചിലപ്പോ ഇത് ET ആയിരിക്കും വരുന്നത്. ഓരോ ടൈമിലും നമ്മൾ ലോഡ് വരുന്ന അനുസരിച്ച്. അല്ല, നമുക്ക് കളർ മാറ്റണമെങ്കിലും പെയിന്റ് ചെയ്ത് മാറ്റാം. ഇതിന്റെ തന്നെ നമുക്ക് WPC തന്നെ നമുക്ക് വിൻഡോ വരുന്നുണ്ട്. ഇത് ഷട്ടറും ഫ്രെയിമും അല്ല ഫുൾ. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. മെയിൻലി ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊഫൈൽസ് കൊടുക്കുകയാണ്. അതായത് ഈ പറയുന്ന ഇതിന്റെ പ്രൊഫൈൽ, വിൻഡോ ഷട്ടറിന്റെ പ്രൊഫൈൽ സൈസിലാണ്. അപ്പൊ അത് ഇപ്പൊ നിങ്ങൾ കാർപ്പന്റേഴ്സിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ലാഭം. ഞങ്ങൾ ചെയ്യുമ്പോൾ പീസ് റേറ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കൂലിയൊക്കെ ലേബറൊക്കെ കൂടി ഹൈ കോസ്റ്റ് ആവും. അപ്പൊ എപ്പോഴും നല്ലത് തടിക്ക് പകരം ഇത് നിങ്ങൾ പ്രൊഫൈലായിട്ട് എടുക്കുക. അങ്ങനെ നമുക്ക് സൈറ്റിൽ കൊണ്ടുവന്ന് പണിത് എടുക്കാം. അതെ. എത്ര വിൻഡോസ് ഉണ്ടോ അതിനാവശ്യമുള്ള ഫ്രെയിംസ് എത്രന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക എന്നുള്ളത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ സപ്ലൈ ചെയ്യും. ഇതിപ്പോ 4.5 ഫ്രെയിമിന്റെ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 7, 8, 10 ഇങ്ങനെ 3 ലെങ്തിലാ വരുന്നത്. അത് ഇപ്പം 7ന്റെ എത്ര വേണം, 8ന്റെ എത്ര വേണം, 10ന്റെ എത്ര വേണം എന്നുള്ള ഒരു കാർപ്പൻറ്റർക്ക് അറിയാൻ പറ്റും, വേസ്റ്റേജ് പോവാതെ. അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്താല്
പ്രൊഫൈൽ ഞങ്ങൾ ഇറക്കി തരും. പിന്നെ കാർപ്പന്ററിന്റെ കൂലിയും പിന്നെ പട്ടാകമ്പി ഇടുന്നൊക്കെ നിങ്ങൾ കൊടുത്താൽ മതി. ഡിസൈൻ ഇഷ്ടമുള്ള ചെയ്യാം. ഇത് പ്രൊഫൈലായിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ, കസ്റ്റമർക്ക് നല്ലത്. സ്റ്റീൽ വിൻഡോ പ്രൈമർ ഫിനിഷ്ഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രൈമർ അടിച്ചാ കൊടുക്കുന്നത്. അത് നമുക്ക് ഗ്ലാസ് പിന്നെ ഇടത്തുള്ളൂ അല്ലേ? ഫൈനലി എടുത്തുള്ളൂ. വിത്തൗട്ട് ഗ്ലാസ് പ്രൈമർ ഫിനിഷ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോ ഒരു സൈറ്റില് റണ്ണിങ് സൈറ്റുകൾ കുറെ ഉണ്ട്. അപ്പൊ അതിൽ പുറമെ ഇവിടെ അടുത്തുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. ഇതിപ്പം സ്ക്വയർ ട്യൂബ് ആണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പട്ടാകമ്പിയാക്കാം. ഇത് പെയിന്റഡ് ആണ്. ഇത് സ്റ്റീൽ തന്നെയല്ലേ? സ്റ്റീൽ തന്നെ. നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് ഏത് ഫിനിഷിൽ വേണമെങ്കിലും എടുക്കാമല്ലോ. ഇത് നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ബാത്റൂം ഡോർസ് ആണ് അല്ലേ? ഇത് നമ്മൾ ബാത്റൂംസിന് വേണ്ടി കൊടുക്കുന്ന ഫൈബർ ആണ്. ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിയെത്തിലീൻ എന്ന് പറയും. FRP ഡോസ്. അപ്പം കഴിഞ്ഞ കുറെ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ PVC ഡോസിനെ റീപ്ലേസ് ചെയ്താണ് ഇപ്പം FRP വന്നിരിക്കുന്നത്. ബാത്റൂംസിനും വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന WPC യൂസ് ചെയ്യാം. നനഞ്ഞാലും പ്രശ്നമില്ല. നനഞ്ഞാലൊന്നും പ്രശ്നമില്ല. തന്നെ വേണം എന്ന് പറയുന്നവർക്ക് നമുക്ക് അത് കൊടുക്കാം. WPC ചെയ്യാം. ഇത് നല്ല ഒരുപാട് ടെക്സ്ചർ ഡിസൈനുകളൊക്കെ അവൈലബിൾ ആണ് അല്ലേ? ഇത് നമുക്ക് വരുന്നത് ഒരു 8,000 റുപ്പീസ് ആ റേഞ്ചിലൊക്കെ ആവറേജ് വരുന്നത്. പക്ഷെ 5 ഇയർ നമുക്ക് വാറണ്ടി ഉണ്ട്. SS-ന്റെ ഹാൻഡിൽസ് ആണ്. അയൺമോഗ്രീസ് എല്ലാം SS ആണ്. തുരുമ്പിക്കോ എന്നുള്ള സംശയമൊന്നും വേണ്ട, പ്രശ്നം വരത്തില്ല. ഓക്കെ, ഇതിന്റെ ഒരു കാറ്റലോഗ് കാണിച്ച് ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാമല്ലോ അല്ലേ? ഇത് നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂംസിന് ഇപ്പൊ ആൾക്കാർ വെക്കുന്നുണ്ട്. ബെഡ്റൂമിന് ഇപ്പൊ നമ്മൾ കട്ടള വെക്കാതെ സ്പേസ് വിട്ട് പോയാല് അപ്പൊ അതിന്റെ അവരുടെ അളവിനനുസരിച്ച് നമുക്ക് ബെഡ്റൂംസിന് ഇത് വെക്കാം. ഇതുപോലെ വെക്കാം. ഇപ്പൊ നമ്മള് ഇവരുടെ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തൊക്കെ മെറ്റീരിയലാണ് ഇവര് സപ്ലൈ ചെയ്തിരിക്കുന്നത്? ഫുൾ ഡോസ് ആൻഡ് വിൻഡോസിന്റെ ഫുൾ സ്റ്റീൽ വിൻഡോസ് ആണ് അല്ലേ? വിൻഡോസ് ഉണ്ട്. സ്റ്റീലിന്റെ വിൻഡോസ്, ഫൈബറിന്റെ മറ്റേ ബാത്റൂം ഡോസ്, ഫൈബറിന്റെ, സ്റ്റീലിന്റെ ഡോസ് ഫുള്ള് എല്ലാം നിങ്ങളാ ചെയ്യുന്നത്? എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നിങ്ങൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റീൽ വിൻഡോ മാത്രമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് വർക്കിന്റെ കൂടെ തന്നെ വെച്ച് കെട്ടി പോകുന്നത് കൊണ്ട് സ്റ്റീൽ വിൻഡോ വെച്ചിരിക്കുന്നത്. വിൻഡോസ് ഇപ്പൊ തന്നെ ആദ്യം കൊടുക്കണം. പ്ലാസ്റ്ററിംഗ് എല്ലാം കഴിഞ്ഞ് ടൈലിംഗും കഴിഞ്ഞിട്ട് നമ്മൾ ഡോസിന്റെ കാര്യങ്ങൾ അടുപ്പിക്കുള്ളൂ. ഡോർസ്, മറ്റേ ബാത്റൂം ഡോർസ്, ടൈലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതിപ്പോ സൈറ്റ് എവിടെ ആയിട്ടാ കറക്റ്റ്? ഇത് നന്നാട് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഷോറൂമുമായിട്ട് അടുത്താണ് അല്ലേ? ഷോറൂമിന്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അടുത്താണ്. തിരുവനന്തപുരം കഴിഞ്ഞിട്ട് നന്നാട്. ഇത് ചെയ്തു പോകുമ്പോഴേ, വെച്ച് കെട്ടി പോകുമ്പോഴേ ഇതിലെല്ലാം നമ്മൾ സിമെന്റും ഒക്കെ വീഴാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിവെന്റ് ചെയ്യാനായിട്ട്? 2 രീതിയിൽ അതിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഈ ഷട്ടർ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഊരിയെടുക്കാം. ഷട്ടർ മാത്രം നമ്മൾ ഓരോന്ന് നമ്പർ ഇട്ട് നമ്മൾ ഊരി എടുത്ത് വെക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അറ്റ് ദ ടൈം തന്നെ ചെയ്താൽ, ഇപ്പം അന്നേരം തന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഇതിലോട്ട് വീണ് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഇവര് ക്ലീൻ ചെയ്തതാ ഒരു ടൈം. പിന്നെ മേളിലൊക്കെ ഉണ്ട് കുറച്ചും കൂടെ. അത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് അന്നേരം തന്നെ കളഞ്ഞാൽ മതി. വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ തടിയിലാണെങ്കിൽ തന്നെ നമുക്ക് തടിയിൽ ഈ കോൺക്രീറ്റ് ഒക്കെ വീഴും. പിന്നെ ചീ കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പ്രൈമർ അടിക്കും. അതേപോലെ ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞ വെച്ചാൽ ഒരു കോട്ട് പ്രൈമറും കൂടെ അടിച്ചിട്ട് പെയിന്റ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അഴിച്ചു വെച്ചിട്ടില്ലല്ലേ? അഴിച്ചു വെച്ചില്ല. ഞാൻ അഴിച്ചു വെക്കണ്ടെന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ അതും ഒരു ടാസ്കാണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇത് നമ്മൾ വാഷ് ചെയ്ത് മാറ്റി ആ സമയത്ത് തന്നെ തുടച്ച് ഫോട്ടോ ഇത് നമ്മൾ ഓരോന്ന് ഊരി മാറ്റി എടുത്ത് വെച്ചിട്ട്, കാരണം എങ്ങനെ തിരിച്ചു വെച്ചാലും ചിലപ്പോ അത് ഈ പാളിയുടെ സെയിം ആയിരിക്കത്തില്ല ചിലപ്പോ ഇവിടെ വരുന്നത്. ചെറിയ ഡിഫറൻസ്. നമ്പർ ഇട്ടല്ലെങ്കിൽ ഓരോന്ന് മാർക്ക് ചെയ്ത് മാറ്റി വെക്കണം. അതൊന്നും മാറ്റിയാലും സക്സസ് ആണോന്നില്ലല്ലേ? ചിലപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടയ്ക്ക് മാറ്റിയാലുള്ള ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാല് എല്ലാം കറക്റ്റ് ഇപ്പൊ ഇതേ നമ്പർ, ഫ്രെയിമിലെ നമ്പർ ചിലപ്പോ മാഞ്ഞു പോകും. ഇതേ നമ്പർ കാണും. അപ്പൊ ഇവർ ആ ടൈമിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വെച്ചാൽ ഈ കുറ്റിയും ഒന്നും കറക്റ്റ് സ്യൂട്ട് ആവത്തില്ല. അങ്ങനെയുള്ള പ്രശ്നം. പിന്നെ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഇതിനകം ഫില്ല് ചെയ്തല്ലേ നമ്മൾ പോകുന്നത്? അതെ, അപ്പൊ തന്നെ നമ്മൾ കട്ട കെട്ടി പോകുമ്പോൾ ഇതിനകത്ത് തന്നെ ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് പോകും. ഗ്ലാസ് ഇടുന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ ഗ്ലാസ് ഇട്ട് പെയിന്റ് ചെയ്യുന്നത് ലാസ്റ്റിലായിരിക്കും. നമ്മൾ ഈ സൈറ്റിൽ വന്നപ്പോഴേ സൈറ്റിന്റെ ഓണർ ഉണ്ട്. സാറിന്റെ പേരെങ്ങനെയായിരുന്നു? സജിമോൻ. ഓക്കെ. ഇപ്പൊ നമ്മള് ഇവിടെ വുഡ് അല്ല നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്, എല്ലാം സ്റ്റീലിന്റെ വിൻഡോസും ഡോർസും ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റീലിലേക്ക് വരാനുള്ളൊരു കാര്യം? ചെതലായിരിക്കാതിരിക്കും, ഈ തടിയൊക്കെ കിട്ടാൻ, നല്ല തടിയൊക്കെ കിട്ടാനുള്ള ഇതുകൊണ്ട് പെട്ടെന്ന് ഒരു സാധനങ്ങൾ ഉണ്ടാക്കി തരും. അതൊക്കെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സാധനം മെറ്റീരിയൽ കിട്ടും. മറ്റേതാണ് പണിതെടുക്കാനും ഒക്കെ ഇച്ചിരി ടൈം എടുക്കും. എല്ലാ ഡോർസും വിൻഡോസും എല്ലാം ഇവരുടെ നിന്നാണ് നമ്മൾ സപ്ലൈ എടുത്തിരിക്കുന്നത് അല്ലേ? ഇതുവരെയുള്ളൊരു ഇടപെടൽ അങ്ങനെ ഉണ്ട്, ഒരുപായിട്ടുള്ള സർവീസും കാര്യങ്ങളും ഒക്കെ. സമയത്തൊക്കെ എത്തിക്കും. ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ എങ്ങനെ കാര്യം? അടുത്ത് തന്നെ അങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്തു അല്ലേ? ഓക്കെ, ശരി എന്നാ. ഓക്കെ, താങ്ക് യു.
നമ്മുടെ ഒരു ഡോർസ് വിൻഡോസ് അല്ലെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ സ്മാർട്ട് വിഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം. ഇവരെല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസും സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഡോർസ് വിൻഡോസ് വിൻഡോസ് എല്ലാം ഉണ്ട്, ഇന്റീരിയറും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള കോൺടാക്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോയിൽ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.